എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡൽഹി സുൽത്താനേറ്റിലെ സയ്യിദ് രാജവംശം പഠിക്കാം. ക്രിസ്തുവർഷം 1414 തുഗ്ലക് രാജവംശത്തിന്റെ പതനത്തിനു ശേഷം ഖിസർ ഖാൻ ഡൽഹി കീഴടക്കി സയ്യിദ് രാജവംശത്തിന് തുടക്കം കുറിച്ചു. ഈ രാജവംശം 1451 വരെ ഏകദേശം 37 വർഷം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചു. സയ്യിദ് രാജവംശത്തിലെ 4 ഭരണാധികാരികൾ: ഖിസർ ഖാൻ, മുബാറക് ഷാ, മുഹമ്മദ് ഷാ, ആലം ഷാ. സയ്യിദ് ഭരണാധികാരികൾക്ക് ശക്തമായ കേന്ദ്രഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. പ്രവിശ്യകളിലെ ഭരണാധികാരികളും പ്രാദേശിക രാജാക്കന്മാരും പലപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിച്ചു. അതിനാൽ ഈ കാലഘട്ടം ഡൽഹി സുൽത്താനേറ്റിന്റെ ദുർബലമായ ഒരു ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ സമയം കളയാതെ സയ്യിദ് രാജവംശത്തെ വിശദമായി പഠിക്കാം. ഇനി സയ്യിദ് രാജവംശത്തിന്റെ സ്ഥാപകനായ ഖിസർ ഖാനെ പരിചയപ്പെടാം. ക്രിസ്തുവർഷം 1414 തിമൂറിന്റെ പ്രതിനിധിയായിരുന്ന ഖിസർ ഖാൻ ഡൽഹി കീഴടക്കി സയ്യിദ് രാജവംശം സ്ഥാപിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഖിസർ ഖാൻ സുൽത്താൻ എന്ന പദവി സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം തിമൂറിന്റെ പിൻഗാമികളുടെ പ്രതിനിധിയായാണ് ഭരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം ഡൽഹി സുൽത്താനേറ്റിൽ വീണ്ടും സമാധാനവും ക്രമസമാധാനവും സ്ഥാപിക്കുകയായിരുന്നു. കലാപങ്ങൾ അടിച്ചമർത്തുകയും നികുതി പിരിവ് ശക്തിപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അധികാരം ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായി പരിമിതപ്പെട്ടു. ഇനി സയ്യിദ് രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായ മുബാറക് ഷായെ പരിചയപ്പെടാം. ക്രിസ്തുവർഷം 1421 ഖിസർ ഖാന്റെ മരണശേഷം മുബാറക് ഷാ അധികാരത്തിലെത്തി. സയ്യിദ് രാജവംശത്തിലെ ഏക ഭരണാധികാരിയാണ് അദ്ദേഹം. ഷാ സുൽത്താൻ എന്ന പദവി ഔദ്യോഗികമായി സ്വീകരിച്ചത്. കലാപങ്ങൾ അടിച്ചമർത്താനും കേന്ദ്രഭരണം ശക്തിപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ പ്രാദേശിക ഭരണാധികാരികളുടെ എതിർപ്പും ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം മുഹമ്മദ് ഷായും പിന്നീട് ആലം ഷായും അധികാരത്തിലെത്തി. എന്നാൽ ഇരുവരുടെയും കാലത്ത് ഡൽഹി സുൽത്താനേറ്റ് കൂടുതൽ ദുർബലമായി. ക്രിസ്തുവർഷം 1451 ആലം ഷാ സ്വമേധയാ അധികാരം ബഹ്ലോൽ ലോഡിക്ക് കൈമാറി. ഇതോടെ സയ്യിദ് രാജവംശം അവസാനിക്കുകയും ലോഡി രാജവംശം ആരംഭിക്കുകയും ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമായ ലോഡി രാജവംശം പഠിക്കാം. ചരിത്രം പഠിക്കൂ, വിജയം സ്വന്തമാക്കൂ. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC ചാലഞ്ചർ പ്രോ, നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.